നമസ്കാരം. നിഫ്റ്റിയും സെൻസെക്സും ഇന്നും പോസിറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 25,966 നിഫ്റ്റി ക്ലോസ് ചെയ്തു. 170 പോയിന്റിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. സെൻസെക്സ് 84,778 ക്ലോസ് ചെയ്ത് 566 പോയിന്റിൻ്റെ നേട്ടമാണ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്ക് 88,114 ക്ലോസ് ചെയ്തു. 414 പോയിന്റിൻ്റെ ഗെയിനോടുകൂടിയാണ് അവസാനിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.93%, സ്മോൾ ക്യാപ്പ് 0.83% പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തു. PSU ബാങ്ക്സ്, റിയാലിറ്റി, മെറ്റൽ, ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസ്, എനർജി, IT, FMCG എന്നീ സെക്ടറുകളെല്ലാം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തപ്പോൾ ഫാർമ, മീഡിയ എന്നിവ മാത്രമാണ് മൈനസിൽ ക്ലോസ് ചെയ്തത്. US ചൈന ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള ഒരു ഒപ്റ്റിമിസം ആഗോളതലത്തിലും ഇന്ത്യൻ മാർക്കറ്റിനെയും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ട്രേഡ് ഡീലിനെ സംബന്ധിച്ചൊരു ഫ്രെയിംവർക്കായി എന്ന തരത്തിൽ ചൈനയുടെയും USൻ്റെയും ഒഫീഷ്യൽസ് സമ്മതിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ ഇനി ചൈനീസ് പ്രസിഡൻറ്റുമായിട്ടുള്ള മീറ്റിങ്ങും കൂടെ സക്സസ് ആയാൽ ഒരുപക്ഷെ ഡീല് യാഥാർത്ഥ്യമാകും എന്ന തരത്തിലേക്കാണ് വാർത്തകൾ വരുന്നത്. ഇന്ത്യയായിട്ടുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. പോസിറ്റീവായിട്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇതുകൂടാതെ US ഇൻഫ്ലേഷൻ ഡേറ്റ ഹൈ ആയിട്ട് തന്നെ തുടരുന്നു. താരിഫ് റിലേറ്റഡ് ഇഷ്യൂയും US ഗവൺമെൻറ് ഷട്ട് ഡൗണും ഒക്കെ ഇതിന് പല കാരണങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചത്രയും കൂടിയിട്ടില്ല എന്നുള്ള രീതിയിലാണ് വെള്ളിയാഴ്ച US മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ട് വന്നത്. അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റ് ഇൻഡെക്സായ നിക്കി 50,000-ന് മുകളിൽ ഇന്ന് ക്ലോസ് ചെയ്തു. ഏതാണ്ട് 2% മുകളിലുള്ളൊരു ഗെയിനാണ് ഉണ്ടായത്. പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി കൂടുതൽ സ്റ്റിമുലസ് പാക്കേജുകൾ അനൗൺസ് ചെയ്യും എന്നൊരു പോസിറ്റിവിറ്റി ജപ്പാനീസ് മാർക്കറ്റിനെയും നയിക്കുന്നുണ്ട്. അതുപോലെ ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ഉയർന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും റഷ്യയുമായിട്ടുള്ള ആ കോൺഫ്ലിക്റ്റ് കൂടുതലും എസ്കലേറ്റ് ചെയ്യുന്നതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുപോലെ വെനസ്വേലയിലേക്ക് US ആക്രമണം നടത്തും എന്ന തരത്തിലുള്ള ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. IMF ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 6.6 ആയിട്ട് ടാർഗറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവാണ്. അതുപോലെ തന്നെ റിലയൻസ് ഒരു ജോയിൻറ്റ് വെഞ്ചർ മെറ്റ ആയിട്ട് തുടങ്ങുന്നുണ്ട്. അത് AI റിലേറ്റഡ് ജോയിൻറ്റ് വെഞ്ചറാണ്. അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റീല് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന അവരുടെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി അല്ലാത്ത കമ്പനികളൊക്കെ അടച്ചുപൂട്ടുന്നുണ്ട്. അത് ഇന്ത്യയിലെയും മറ്റു പല സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് ഇത് പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഇത് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്ത് US ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ പോസിറ്റീവിലാണ് ട്രേഡ് നടക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.